നമ്മുടെയൊക്കെ നാട്ടിലുള്ള പോലെ ഒരു സാധാരണ ചായക്കട കണ്ണൂക്കരയിലായിരുന്നു അത്. അവിടെ നടന്നൊരു ചെറിയ സംഭവം രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിച്ചു. അതെങ്ങനെയെന്നല്ലേ നമുക്ക് ആ കഥയിലേക്കൊന്ന് പോയി നോക്കാം. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ തമാശയായി തോന്നാം അല്ലേ? ഒരു പഴയ കുട്ടികളുടെ മാഗസിന് എങ്ങനെയാ ഒരു നാടിനെ മുഴുവൻ രണ്ടാക്കാൻ പറ്റുന്നത്? പക്ഷേ കണ്ണൂക്കരയിൽ സംഭവിച്ചത് അതാണ്. നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്ന ഒന്ന്. വെറുമൊരു പൂമ്പാറ്റ മാസികയാണ് അവിടെ ഒരു വലിയ കോലാഹലത്തിന് തീ കൊളുത്തിയത്. അപ്പോ കഥ തുടങ്ങുന്നത് കണ്ണൂക്കരയിലെ സെക്കുലർ ചായക്കടയിൽ നിന്നാണ്. പേരുപോലെ തന്നെ എല്ലാവർക്കും വന്നിരിക്കാൻ പറ്റിയൊരിടം. അവിടെ പഴയ പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയ ഒരു പൂമ്പാറ്റ മാസിക ആ ചായക്കടയുടെ സമാധാനം തന്നെ ഇല്ലാതാക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇവിടെയാണ് കാര്യങ്ങൾ മാറിമറിയുന്നത്. ആ പഴയ മാസികയിലെ നിഷ്കളങ്കമായ കഥകൾക്ക് പുതിയ പുതിയ അർത്ഥങ്ങൾ വരാൻ തുടങ്ങി. നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാർ അവരവരുടെ രാഷ്ട്രീയ കണ്ണട വെച്ച് ആ കഥാപാത്രങ്ങളെ നോക്കിയപ്പോ പിന്നെ പറയണ്ടല്ലോ, ചായക്കടയിലെ സമാധാനം പോയി കിട്ടി. ആദ്യത്തെ വെടി പൊട്ടിച്ചത് നമ്മുടെ സഖാവ് വിപ്ലവകുമാറാണ്. പുള്ളിയുടെ കണ്ടെത്തൽ കേട്ടാൽ നമ്മൾ ഞെട്ടും. പൂമ്പാറ്റയിലെ കപേഷ് എന്ന കുരങ്ങനില്ലേ, അതൊരു ബൂർഷ്വാ അധിനിവേശത്തിന്റെ പ്രതീകമാണത്രേ. മരങ്ങളെ വാലുകൊണ്ട് ചുറ്റുന്നത് വെറുതെയല്ല, അത് ഭൂമാഫിയെ സഹായിക്കാനാണെന്ന്. വിപ്ലവകുമാർ ഇത് പറഞ്ഞു തീർന്നില്ല. അപ്പുറത്തെ ബെഞ്ചിൽ നിന്ന് ചാണ്ടിസാർ എഴുന്നേറ്റു. ബാലരമ കയ്യിലെടുത്ത് ഒരൊറ്റ പ്രഖ്യാപനമായിരുന്നു. നിങ്ങളുടെ കപീഷ് മാത്രമല്ല, ഈ ലുട്ടാപ്പിട കുന്തമില്ലേ, അത് നമ്മുടെ മിസൈൽ ടെക്നോളജിയെ കളിയാക്കാനുള്ള ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ്. സംഭവമാകെ സീരിയസായി. അപ്പോ എരുതിയിൽ എണ്ണയൊഴിക്കാൻ എന്നാലോ പറയാറ്. അതുപോലെ ചാനൽ റിപ്പോർട്ടർ ഷൈജുവും മൈക്കുമായിട്ടെത്തി. പുള്ളിയുടെ ബ്രേക്കിംഗ് ന്യൂസ് ചോദ്യം ഇതായിരുന്നു: മലർവാടി മാസിക നമ്മുടെ കുട്ടികളിൽ പ്രമേഹം വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. എന്താല്ലേ? പിന്നെ അങ്ങോട്ടൊരു പൂരപ്പറമ്പിലെ വെടിക്കെട്ട് പോലെയായിരുന്നു. ഓരോ പുസ്തകത്തിനും ഓരോ വ്യാഖ്യാനം. ആരാമം മാസിക ഒരു സസ്യ അധിനിവേശത്തിന്റെ പ്രതീകമായി. മനഃശാസ്ത്ര മാസികയോ അത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമായി. പിന്നെ പ്രബോധനം, മംഗളം, മനോരമ, അങ്ങനെ കണ്ണിൽ കണ്ട പുസ്തകങ്ങളെയെല്ലാം അവർ ഓരോ രാഷ്ട്രീയ ആയുധങ്ങളാക്കി മാറ്റി. ഈ ബഹളങ്ങൾക്കിടയിലേക്ക് പെട്ടെന്ന് ഒരു ഗ്ലാസ് മേശമേൽ ആഞ്ഞടിക്കുന്ന ശബ്ദം. എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ചായക്കടക്കാരൻ മാഷ്. ഒരൊറ്റ അടിയിൽ ആ കോലാഹലം മുഴുവൻ നിന്നു. എല്ലാവരുടെയും കണ്ണുകൾ മാഷിലേക്ക്. മാഷ് വളരെ ശാന്തനായിട്ട് സംസാരിച്ചു തുടങ്ങി. പക്ഷെ ആ വാക്കുകൾക്ക് നല്ല മൂർച്ചയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ പുസ്തകങ്ങളെയൊക്കെ ചുവപ്പും പച്ചയും മഞ്ഞയുമൊക്കെയായിട്ട് കാണുന്നു. പക്ഷേ ഞങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചത് അതൊന്നുമായിരുന്നില്ല. അതെ, മാഷ് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പോവുമായിരുന്നു ആ പഴയ മാസികകൾ. അവരുടെ തലമുറയെ യഥാർത്ഥത്തിൽ എന്താണ് പഠിപ്പിച്ചതെന്ന്. അത് രാഷ്ട്രീയത്തിന്റെ നിറങ്ങളായിരുന്നില്ല, മറിച്ച് മനുഷ്യത്വത്തിന്റെ നല്ല പാഠങ്ങളായിരുന്നു. ഇതൊന്നു നോക്കൂ, ഒരേ കഥാപാത്രത്തെ എങ്ങനെയൊക്കെയാണ് കാണുന്നതെന്ന്. രാഷ്ട്രീയക്കാർക്ക് പൂമ്പാറ്റയിലെ കപീഷ് ഒരു ഭൂമാഫിയ ഏജന്റായിരുന്നെങ്കിൽ, മാഷിന്റെ തലമുറയ്ക്ക് അവൻ മൃഗങ്ങളെ രക്ഷിക്കുന്ന കാരുണ്യത്തിന്റെ പ്രതീകമായിരുന്നു. അതുപോലെ മായാവി ഒരു ആയുധക്കച്ചവടക്കാരനല്ല, പാവപ്പെട്ടവരെ സഹായിക്കുന്ന നീതിയുടെ ആളായിരുന്നു. അതെ, ആ പഴയ ബാലമാസികകൾ പഠിപ്പിച്ചത് രാഷ്ട്രീയമല്ല, പകരം കാരുണ്യം, സഹജീവി സ്നേഹം, നീതി, പിന്നെ എങ്ങനെ ഒരുമിച്ച് ജീവിക്കാം എന്ന സഹവർത്തിത്വം. ഇതൊക്കെയായിരുന്നു അതിലെ യഥാർത്ഥ പാഠങ്ങൾ. മാഷിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ചായക്കടയിലിരുന്ന എല്ലാവരുടെയും മനസ്സിൽ പഴയൊരു കാലം തെളിഞ്ഞുവന്നു. ബാലരമയും മലർവാടിയും പൂമ്പാച്ചിയുമൊക്കെ വായിച്ച് ജാതിയും മതവും രാഷ്ട്രീയവുമില്ലാതെ ഒരേ ബെഞ്ചിലിരുന്ന് ഉച്ചക്കഞ്ഞി പങ്കുവെച്ച ഒരു കുട്ടിക്കാലം. മാഷ് അവസാനം പറഞ്ഞ ആ വാചകം ശരിക്കും മനസ്സിൽ തട്ടുന്ന ഒന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അന്നീ ചിത്രങ്ങളൊക്കെ നോക്കി സ്വപ്നം കണ്ടിരുന്ന കണ്ണുകളിൽ ഇന്നത്തെ രാഷ്ട്രീയം തിമിരം ബാധിപ്പിക്കാൻ നോക്കുകയാണ്. എത്ര ശരിയാണല്ലേ? പക്ഷേ മാഷ് അവിടെ നിർത്തിയില്ല. എന്താണ് ശരിക്കുമുള്ള പ്രബുദ്ധത എന്നുകൂടി അദ്ദേഹം അവർക്ക് കാണിച്ചു കൊടുത്തു. ആ ചായക്കടയിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ പാഠം അതായിരുന്നു. അപ്പോഴാണ് മാഷ് കടയുടെ മൂലയിലുള്ള ലൈബ്രറിയിൽ നിന്ന് പൊടി പിടിച്ച മറ്റൊരു പഴയ പുസ്തകമെടുത്തത്. വർഷങ്ങൾക്ക് മുൻപ് ഈ രാഷ്ട്രീയക്കാരൊക്കെ ഒന്നായിരുന്ന കാലത്ത് അവരെല്ലാം ഒരുമിച്ച് വായിച്ചിരുന്ന ഒരു വിശേഷാൽ പതിപ്പ്. അവരുടെ ആ പഴയ ഒരുമയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ. എന്നിട്ട് മാഷ് പറഞ്ഞു, യഥാർത്ഥ പ്രബുദ്ധത എന്നു പറയുന്നത് ഇതാണ്. മറ്റുള്ളവരുടെ അവകാശങ്ങളെ മുറുകെ പിടിക്കാനും ചിരിക്കാനും ചിന്തിപ്പിക്കാനും നമ്മളെ പഠിപ്പിച്ച ഈ താളുകളാണ്. അല്ലാതെ സ്വന്തം രാഷ്ട്രീയത്തിനു വേണ്ടി മനുഷ്യനെ മൃഗമാക്കുന്ന ഇന്നത്തെ ഈ ചർച്ചകളല്ല. മാഷ് പറഞ്ഞു നിർത്തിയതും ആ ചായക്കടയിൽ ഒരു സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദതയായിരുന്നു. റിപ്പോർട്ടർ ഷൈജു ക്യാമറ താഴ്ത്തി. നേതാക്കന്മാർക്ക് എന്തു പറയണമെന്നറിയാതെ അവർ പരസ്പരം നോക്കി. ആ നിശബ്ദതയിലൊരു തിരിച്ചറിവുണ്ടായിരുന്നു, ഒരുപക്ഷെ കുറച്ചു നാണക്കേടും. അപ്പോ കണ്ണൂക്കരയിലെ ആ ചായക്കടയിലെ കഥ നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്.
നമ്മുടെയൊക്കെ പൊതുവായ ഓർമ്മകളെ, നമ്മുടെ നല്ല കുട്ടിക്കാലത്തെയൊക്കെ ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ ഈ നിറം പിടിപ്പിച്ച കണ്ണാട വെച്ച് വേണോ നമ്മൾ കാണാൻ? ഇതൊന്ന് ആലോചിച്ചു നോക്കേണ്ട ചോദ്യം തന്നെയാണ്.